എല്ലാവർക്കും നമസ്കാരം. പുണർന്ന നക്ഷത്രഫലം ഒന്ന് പറയാം, കേട്ടോളൂ. വഞ്ചി പോലെയും പാമരം പോലെയും ആകൃതി പറയാവുന്ന 6 നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് പുണർദം. വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. ശ്രീരാമൻ്റെയും. യാത്ര പുറപ്പെടുക, വാഹനങ്ങൾ ഓടിക്കുക, ക്രയവിക്രയം നടത്തുക, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുക, നാൽക്കാലികളെ വാങ്ങുക എന്നിവയ്ക്ക് പറ്റിയൊരു നക്ഷത്രമാണത്. അതിഥി ദേവതയും പൂച്ചമൃഗവും മുളവൃക്ഷവും ദേവഗണവും സ്ത്രീയോനിയും ചകോരം ഉപ്പൻ പക്ഷിയും ജലം ഭൂതവുമാണ്. ഇതിൻ്റെ ചിഹ്നം ആവനാഴിയാണ്. ഈ നക്ഷത്ര ജാതർ സന്തോഷഭാവം പ്രകടിപ്പിക്കുന്നവരും വിനയമുള്ളവരും സത്യാന്വേഷികളുമാണ്. ഇവർ വലിയ ദാനശീലരായിരിക്കും. കുടുംബത്തെപ്പറ്റി സ്നേഹമില്ലാത്തവരോ കുടുംബത്തെ തന്നെ ഉപേക്ഷിക്കുന്നവരോ ആയി ചിലരിൽ കണ്ടുവരുന്നുണ്ട്. അല്പം മാത്രം കിട്ടിയാലും ഇവർ സന്തുഷ്ടരാകും. വിജ്ഞാനത്തിൻ്റെയും കലയുടെയും പക്ഷത്ത് ഇവർ താല്പര്യം കാണിക്കും. പൊതുവെ ദൈവഭക്തിയും എല്ലാറ്റിനും വൈദഗ്ധ്യവും ഉള്ളവരായിരിക്കും. പെട്ടെന്ന് കോപിക്കും. ഉടനെ തന്നെ പശ്ചാത്തപിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. അധർമ്മത്തെ വെറുക്കും. എപ്പോഴും ഒരു നേതൃത്വവും മാന്യതയും ഉണ്ടായിരിക്കും. സുഖവും ധനവും ഉള്ളവരും ആയിരിക്കും. ദാനശീലരുമായിരിക്കും. ജനിച്ച വീട് വെടിയുന്നവരുമായിരിക്കും. പഠനത്തിൽ സമർത്ഥരായിരിക്കും. ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും രമ്യതയോടെ പെരുമാറും. ശുഭാപ്തി വിശ്വാസങ്ങളായ ഇവർ ഒരു വിഷയം കൈവിട്ട് മറ്റൊന്ന് ശ്രദ്ധിക്കുക എന്ന ശാഖാചംക്രമണ സ്വഭാവം പ്രദർശിപ്പിക്കും. പരോപകാരം ചെയ്യുന്നതിനും സേവനമനുഷ്ഠിക്കുന്നതിനും ഈ നക്ഷത്രജാതർ സദാ നിരതരായിരിക്കും. ഇഷ്ടമില്ലാത്ത എന്തിനേയും നിശിതമായി വിമർശിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും. വിരോധം തോന്നുന്നവരോട് വളരെ കഠിനമായി പെരുമാറും. ദാഹം, തൊണ്ടമുഴ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഉദരരോഗം എന്നിവ എളുപ്പത്തിൽ ബാധിക്കാൻ ഇടയുണ്ട്. പ്രസിദ്ധീകരണം, ബാങ്കിങ്, നീതിന്യായ വകുപ്പ്, നഴ്സിംഗ്, സെയിൽസ്മാൻ തുടങ്ങിയ ജോലികളിൽ ശോഭിക്കും. സ്ത്രീകൾക്ക് വസ്ത്രകമ്പം കൂടുതലായിരിക്കും. ശുചിത്വത്തിൽ ഏറെ ശ്രദ്ധ വയ്ക്കുകയും ചെയ്യും. ഭർത്താവിനോടും മാതാപിതാക്കളോടും ഭക്തിയുള്ള ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകും. ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അത്ര ശുഭകരമാവണമെന്നില്ല. ബാല്യകാലത്ത് മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും അനുഭവപ്പെടും. 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ കാലത്ത് ഇടയ്ക്കിടെ ആരോഗ്യക്കുറവ്, മനക്ലേശം, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട്. 24 വയസ്സിനു ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടുമെങ്കിലും 30 വയസ്സിന് ശേഷമാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക. 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലം അത്ര മെച്ചമല്ല. മനക്ലേശം, ധനനഷ്ടം, യാത്രാക്ലേശം, അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ബാധിക്കും. 50 വയസ്സിന് ശേഷമാണ് പുണർനക്ഷത്രക്കാർക്ക് പൊതുവെ സന്തുഷ്ടമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം വരിക. ഇവർ ശിവനെ ഭജിക്കുന്നതും രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതും നന്നായിരിക്കും. നന്ദി, നമസ്കാരം.